ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് വെനസ്ഡേ മോർണിംഗ്. രാവിലെ പിള്ളേർക്കുള്ള പാലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇന്ന് ആഷ് വെനസ്ഡേ ആണ്. നമ്മുടെ ഇടവക പള്ളിയിൽ രാവിലെയും കുർബാനയുണ്ട്, വൈകുന്നേരത്തും കുർബാനയുണ്ട്. രാവിലത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഉറക്കം ശരിയാവത്തില്ല. പിന്നെ അതുമല്ല, തിരിച്ച് വന്നിട്ട് സ്കൂളിൽ പോകാൻ ലേറ്റാവും, കുർബാന തീരാനായിട്ട് വൈകും. നമ്മൾ ആഷ് വെനസ്ഡേക്ക് പള്ളിയിൽ പോകുന്നത് തന്നെ നെറ്റിയിൽ കുറി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ കുറി ഇടാനായിട്ടുള്ളവരുടെ ക്യൂ വളരെ വലുതായിരിക്കും. ഇപ്പോൾ രാവിലെ ഒരു 9 o'clock ആവും ചിലപ്പോൾ തീരാനായിട്ട് തന്നെ. പിള്ളേർക്കുള്ള പാലും പിന്നെ ഞങ്ങൾക്കുള്ള കോഫിക്കും ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള വെള്ളം കെറ്റില്ല, അതും വെച്ചു. ഇന്നലെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാനാണ് ഇന്ന് ആദ്യം എണീറ്റത് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് നേരത്തെ കിടന്നിരുന്നു, അതുകൊണ്ട് അലാം അടിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണർന്നു. പിന്നെ എനിക്ക് ഉറക്കവും വന്നില്ല, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങനെ കിച്ചണിൽ പോരുന്നു. അമ്മേനെ ഉണർത്താതെ വരണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കൈയല്ലേ, തട്ടും മുട്ടുമൊക്കെ എന്തായാലും കേൾക്കും, അമ്മ എണീക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൽ കുറച്ച് മുള്ളും തലയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ചൂരയുടെ. അത് ഇന്നലെ രാത്രി ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മുള്ളും തലയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് മെൽറ്റ് ആയാൽ ഫ്രിഡ്ജ് മുഴുവൻ സ്മെല്ലാവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ രാത്രി താഴത്തെടുത്ത് വെച്ചില്ല. രാവിലെ ഇപ്പോൾ എല്ലാം തുടങ്ങുന്നതിന് മുൻപായിട്ട് ആ ഡബ്ബയൊക്കെ തുറന്ന് അതിൽ വെള്ളം നിറച്ച് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. അവനിൽ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്താൽ മെൽറ്റായി കിട്ടും. പക്ഷേ നേരത്തെ പറഞ്ഞ അതേ റീസൺ, മുള്ളും തലയൊക്കെ ആവുന്നുണ്ട്, അവനിലും നല്ല സ്മെല്ല് വരും. ബ്ലാക്ക് കോഫിക്കായിട്ട് ഞാൻ എപ്പോഴും മേടിക്കുന്ന കോഫി പൗഡർ ഇട്ട് തിളപ്പിക്കാൻ പാകത്തിനുള്ള പൗഡറാണ് മേടിക്കുന്നത്, നല്ല തരിയുള്ളത്. പക്ഷേ ഇത്തവണ ആലൻ ബ്രൂ ആണ് എടുത്തിട്ടത്. അതങ്ങോട്ട് കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ബ്രൂവിൻ്റെത് നമ്മൾ എങ്ങനെയൊക്കെ കുപ്പിയിലിട്ട് വെച്ചിരുന്നാലും അത് കട്ട പിടിക്കും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. മറ്റേ പൗഡർ ആണെങ്കിൽ അങ്ങനെ കട്ട പിടിക്കത്തില്ല. ഇത് ഇൻസ്റ്റൻറ്റ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇപ്രാവശ്യം വേറെ കാപ്പിപ്പൊടി വാങ്ങിക്കാറുണ്ട്, ഞാനൊരു വലിയ പാക്കറ്റ് ഇതിൽ തട്ടിയിട്ടു. ഞാൻ എപ്പോഴും ബ്രൂവിൻ്റെ ചെറിയ സാഷറ്റ്സ് ആണ് വാങ്ങിച്ച് വെക്കാറുള്ളത്. ഇതിൽ നോർമൽ കോഫി പൗഡർ ഇട്ടിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടാക്കാൻ നേരത്ത് മറ്റേ സാഷറ്റ് എടുക്കും. ഇപ്പോൾ എന്തായാലും സംഭവം കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ടിന്നിലാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചെടുക്കാനും പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ലൈഫ് കുറയും. എന്തായാലും വഴിയെ നോക്കാം. ഇപ്പോൾ ഉള്ളത് മേളിൽ നിന്ന് ഇങ്ങനെ കുത്തിപ്പൊളിച്ചൊക്കെ എടുക്കുന്നുണ്ട്. പിള്ളേർക്ക് 2 പേർക്കുള്ള പാല് ഞാൻ 2 കപ്പിലാക്കി ഒഴിച്ചു വെച്ചു. നുലുവിൻ്റെ ബോട്ടിൽ ഫീഡിങ് ഒന്ന് മാറ്റണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അത് നടക്കുമോ അറിയത്തില്ല. ഈ 2 കപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ കൂടെ 2 സ്ട്രോയും കിട്ടും. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ശ്രമമാണ്. സ്ട്രോ ഉണ്ടെങ്കിൽ കുടിച്ചോളൂ. അവനിപ്പോൾ വാട്ടർ ബോട്ടിൽ സ്ട്രോ ഇട്ടാണല്ലോ അവൻ യൂസ് ചെയ്യുന്നത്. എന്തായാലും നടക്കുമോ അറിയത്തില്ല. പക്ഷേ ഉറക്കച്ചടവിൽ എണീക്കുമ്പോൾ വേണമെങ്കിൽ ഇത് അവൻ കുപ്പിയിലാക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവനുള്ള ഈ പാലും കുറുക്കും ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഓർമ്മ വരുന്നത്. ഈവൻ ഈ 32nd വീക്കിൻ്റെ ബിഗിനിങ്ങിൽ വന്നതുകൊണ്ട് 2 hours അവനെ ഫീഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇതും 20 ml മിൽക്ക് ഫീഡ് ചെയ്യണം. എൻ്റെ മിൽക്കാണെങ്കിൽ പമ്പ് ചെയ്തെടുക്കണം 20 ml. ഓൾട്ടർനേറ്റ് ആയിട്ട് പൗഡറും കൂടെ കലക്കി കൊടുത്തിരുന്നു. നൈറ്റൊക്കെ ഉറങ്ങാതെ ഇങ്ങനെ ഓരോ 2 മണിക്കൂറും അലാം വെച്ച് ഞാൻ എഴുന്നേറ്റ് അതൊക്കെ 20 ml കലക്കിയെടുത്ത് പിന്നെ കുപ്പി കഴുകി. എന്തായാലും ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി സ്കൂളിലും പോയിട്ടില്ലായിരുന്നു. November 30th ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വർഷം സ്കൂളിൽ പോയതേ ഇല്ല. അതൊക്കെ എനിക്ക് ഓർമ്മ വരും. എപ്പോൾ ഇവനുള്ള പാലും കുപ്പിയൊക്കെ എടുത്താലും എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ. ഞാൻ മാത്രമല്ല കേട്ടോ, ആദ്യം ഞാൻ എണീക്കും, പിന്നെ ലില്ലിയമ്മച്ചി എണീക്കും, പിന്നെ അമ്മ എണീക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആലൻ തന്നെ പറയാൻ തുടങ്ങി, അമ്മയും ലില്ലിയമ്മച്ചിയൊക്കെ ഉറങ്ങിക്കോ, കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനും എണീറ്റോളാം. പിന്നെ അങ്ങനെ ഞങ്ങൾ 2 പേരും ഓൾട്ടർനേറ്റ് ആയിട്ട് എണീക്കാൻ തുടങ്ങി. പകലും ഈ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, ഈ 2 hours ഫീഡ് ചെയ്ത് തന്നെ ഇരിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടാണ് കേട്ടോ, ഗോതമ്പ് പുട്ട്. അമ്മ തേങ്ങ തിരികെ തന്നു. ഞാൻ ആദ്യം തന്നെ പൊടി നനച്ച് പുട്ട് അങ്ങ് ആക്കി എടുത്തു. കറി കുറച്ച് കടലക്കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. കുക്കുസാറിന് പുട്ടും കടലക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. അവന് കടലക്കറിയായിട്ട് കൊടുക്കാം. എനിക്ക് മീൻകറി ഉണ്ട്, എനിക്കും അമ്മയ്ക്കും മീൻകറി ഉണ്ട്. എൻ്റെ കാലിൻ്റെ മുറിവിൻ്റെ കെട്ടുള്ളത് നിങ്ങൾക്ക് ആഷ് വെനസ്ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇത് കുറച്ച് മുന്നേ ഉള്ള ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ കാലിൽ നമ്മൾ കെട്ട് അഴിക്കുകയും ഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ടൈമാണ്. അങ്ങനെ എന്തായാലും ഈ 2 മണിക്കൂർ ഇടവിട്ടുള്ള എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ ഒരു 2 weeks കഴിഞ്ഞ് കൊണ്ടു ചെന്നപ്പോൾ തന്നെ മെഡിസിറ്റിയിലെ ഡോക്ടർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ആൾ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അപ്രീസിയേഷനൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കറി ഐറ്റംസ് ആയിട്ട് വെക്കാനുള്ളത് തലക്കറി മാത്രമാണ്. പിന്നെ കുറച്ച് മുരിങ്ങയില ഞാൻ ഇന്നലെ പിച്ചി കഴുകി ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. രാത്രി കഴുകി വെച്ചിട്ട് നമ്മൾ ഊറ്റുപാത്രത്തിൽ വെച്ചാൽ രാവിലെ അത് തോരനാക്കാൻ പരുവത്തിന് വെള്ളം വാർന്നിരിക്കും. തലക്കറിക്കായിട്ട് ഞാൻ ഒരു സവാളയും 1 തക്കാളിയും പച്ചമുളകില്ല കേട്ടോ, ഒരെണ്ണം പോലും ഇരിപ്പില്ല. പിന്നെ വിനാഗിരിയിലിട്ട പച്ചമുളക് ഉണ്ടല്ലോ, അതങ്ങ് എടുക്കാമെന്ന് കരുതി. മുള്ളും തലയും മീനിൻ്റെ ഡോൾബി പീസസ് ആസ് ഐ ഓൾവേസ് സേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വിനാഗിരിയിലിട്ട കാന്താരി മുളക് ഒരു 3 എണ്ണം, 1 സവാള, 1 നല്ല പഴുത്ത വലിയ തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി,
പിന്നെ പൊടികളായിട്ട് ഇതിൽ ചേർക്കുന്നത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമാണ്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ, കുരുമുളക് പൊടി കുറച്ചു. മുളക് പൊടി ഞാൻ ചേർക്കുന്നേ ഇല്ല, കാരണം ഇട്ട കാന്താരി മുളകിന് നല്ല എരിവുണ്ട്. ഇതെല്ലാം കൂടെ തേങ്ങയുടെ 2ാം പാലൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഒരു 10-15 മിനിറ്റോളം അത് കുക്ക് ചെയ്തെടുക്കണം. മണ്ടയൊക്കെ വേകാൻ നല്ല സമയമെടുക്കും. ഇപ്പുറത്തായിട്ട് ഞാൻ ആ തോരനും അങ്ങ് ആക്കിയെടുക്കുകയാണ്. തേങ്ങാപ്പാലെടുത്ത പീര ഇരിപ്പുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞ സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് നമ്മളിപ്പോൾ പാലെടുത്ത പീര തട്ടിയിട്ട് പൊടികളായിട്ട് കുറച്ച് ജീരകപ്പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ അല്പം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പീര കളയണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നല്ല തേങ്ങയായിരുന്നു. ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് എടുത്ത തേങ്ങയാണ്. നല്ല പാലെടുത്ത് കഴിഞ്ഞിട്ടും അത്യാവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട് തേങ്ങാപ്പീരയ്ക്ക്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചു. ഈ മുരിങ്ങയില തോരൻ വെക്കുമ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ഇടരുത്. കാരണം ഇല ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അങ്ങ് കയറി ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങുമ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇലയിട്ട് കൊടുക്കാറുള്ളത്. നമ്മുടെ കയ്യിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അത്രയും ഇല ഇതിൽ കൊള്ളില്ല എന്നൊക്കെ ആദ്യം തോന്നും. പക്ഷേ അത് നല്ല രീതിക്ക് ചുരുങ്ങും. ആ ചുരുങ്ങണതിന് മുമ്പ് ഉപ്പിട്ടാൽ നമ്മൾ ഒത്തിരി ഇലയ്ക്ക് ഒരുപാട് ഉപ്പ് ചേർക്കും. അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് അതൊന്ന് ചുരുങ്ങിയിട്ട് ഉപ്പിടുമ്പോൾ നമുക്ക് ആ കണക്ക് മനസ്സിലാവും. ഇല കുറയുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പേ നമ്മൾ ഇടത്തുള്ളൂ. പുട്ട് ഇത്രയും മതി കേട്ടോ. ആലൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനില്ലാത്തത് കൊണ്ട് 3 കുമ്പിള് മതി. ഈ കുക്കറിൻ്റെ അത് അരിയുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ വെച്ചാണ് ഞാൻ പുട്ട് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അവസാനത്തത് മാറ്റിയിട്ട് നമ്മൾ വെക്കുന്നതിന് മുമ്പുള്ള ടൈമിൽ കുറച്ച് അതൊന്ന് തിളച്ചിട്ട്, അരിയല്ലേ അകത്തുള്ളത്, അത് നല്ലപോലെ തിളച്ച് ആ കഞ്ഞിവെള്ളം പോലെ കുറച്ചൊക്കെ ഇങ്ങനെ തെറിച്ച് വീണു അവിടെയൊക്കെ. അപ്പോൾ അത് തുടച്ചില്ലെങ്കിൽ എനിക്കിനി അടുത്തത് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിൻ്റെ മേൽഭാഗവും ആ ഗ്യാസിൻ്റെ പുറവും ഒക്കെ ഇത്തിരി കഞ്ഞിവെള്ളം തെറിച്ച് വീണതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് മീൻ വറുക്കാനായിട്ടുള്ള പാൻ വെച്ചു. ഇല അധികം നേരം വെക്കണ്ട കേട്ടോ. അതിൽ വെള്ളം പറ്റി ഒന്ന് ഡ്രൈ ആവണം. ഇങ്ങനെ കുഴഞ്ഞ് ഒട്ടിക്കിടക്കും. ആ ഒരു പരുവം മാറിയാൽ നമുക്ക് മാറ്റാം. അത് കുക്കായിരിക്കും ആവശ്യത്തിന്. ചൂരമീൻ തന്നെയാണ് കേട്ടോ പൊരിക്കാനായിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില നിരത്തി അതിന് മീതേക്ക് വറുക്കാനുള്ള മീനും വെച്ച് കൊടുത്തു. ഫ്രിഡ്ജിലിരുന്ന് കടലക്കറി ഞാൻ എടുത്തു. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും, അമ്മയ്ക്കും എനിക്കും മീൻകറിയുടെ ചട്ടി ഇരിപ്പുണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട്. അതിലൊരു 4-5 കഷ്ണം മീനും ഇരിപ്പുണ്ട്. അത് കൊഴിയാള മീൻ ആണെന്ന് തോന്നുന്നു. കൊഴിയാള കറി വെച്ചതാണ്. അപ്പോൾ കുക്കു സാറിന് കൊടുക്കാൻ വേണ്ടി മാത്രം മതി. അപ്പോൾ ഒരു ചെറിയ ഡബ്ബയിലെടുത്ത് ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുക. ബാക്കി കടലക്കറി ഇരിക്കുന്നത് ആലൻ്റെ രാത്രി ചപ്പാത്തിക്ക് എടുക്കും എന്നല്ല, നമ്മൾ കൊടുക്കും എന്ന് വേണം പറയാനുള്ളത്. കടലക്കറി കളയത്തില്ല ഞാൻ. കടലയൊക്കെ ഇഷ്ടമാണ്. വെള്ളക്കടലയായാലും കറുപ്പ് കടലയായാലും പയറും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് വെറുതെ സ്പൂൺ വെച്ച് എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള ഒരാൾക്ക് അതങ്ങ് കൊടുത്ത് തീർക്കാമെന്ന് കരുതി. രാത്രി പിന്നെ പ്രത്യേകിച്ച് മുട്ടക്കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇതുവരെയുള്ള പാത്രങ്ങളങ്ങ് കഴുകി മാറ്റി. കുറച്ചേ ഉള്ളൂ. നമ്മൾ ഡബ്ബയും പിന്നെ ഇല ഊറ്റാൻ വെച്ച പാത്രവും ഉള്ളിയൊക്കെ എടുത്ത് വെച്ച കുഞ്ഞിമുറവും പിന്നെ പുട്ടിൻ്റെ കുമ്പിളും ഇതൊക്കെ ഉള്ളൂ. ഞാൻ ഈ കുമ്പിള് പുട്ട് എന്ന് പറയുന്നത് മറ്റേ ചിരട്ടപ്പുട്ടിന് അങ്ങനെയും പറയും. അമ്മയൊക്കെ അങ്ങനെ പറയുന്ന ചിരട്ടപ്പുട്ടെന്ന്. എനിക്ക് എവിടെ നിന്നാണോ ഇത് കിട്ടിയത്. എൻ്റെ വായിൽ കുമ്പിള് പുട്ടെന്നേ വരത്തുള്ളൂ. ഞാൻ ആരും പറയുന്നത് കേട്ടതുമല്ല, അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തു. ഇതിലേക്ക് നമുക്കിനി തലപ്പാൽ അഥവാ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നല്ല കട്ടിയായിട്ട് എടുത്ത് വെച്ച കുറച്ച് പാൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ എടുത്ത് തന്നായിരുന്നു കേട്ടോ ഇതൊക്കെ. അതങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഇത്തിരി ചുവന്നുള്ളിയും വറ്റൽമുളകും ഒക്കെ വേണം. മീൻ ഇച്ചിരി തീ കൂടിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഒരു സൈഡ് നല്ല മുരിഞ്ഞു വന്നു. അതുകൊണ്ട് കൈയോടെ അതങ്ങ് തിരിച്ചിട്ടു. എന്നിട്ടാണ് ബാക്കി താളിക്കുന്ന പരിപാടി നോക്കിയത്. ഉള്ളി ആഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ കുപ്പിയിലാണെങ്കിൽ ഉള്ളതെല്ലാം കഴിഞ്ഞു കേട്ടോ. പൊട്ടും പൊടിയും മാത്രമേ ഉള്ളൂ. ആ കൈ കിട്ടിയത് വിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു. താളിക്കുമ്പോൾ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ അതേ മേലെ കണ്ടില്ലേ ഒരു നിറത്തിൽ ഒരു ഇത്തിരി ഓറഞ്ച് ഷെയ്ഡൊക്കെ വരും. സൺസെറ്റ് പോലെ ഇരിക്കും. ആരെങ്കിലും കേട്ടാൽ ചിരിക്കും. അപ്പോൾ കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം ഒതുങ്ങിയ സ്ഥിതിക്ക് ഇനി കുക്കു സാറിൻ്റെ ചോറിടാം. ലഞ്ച് ബോക്സിലേക്ക് ഞാൻ നല്ല ചൂട് ചോറും തലക്കറിയുടെ ചാറ്, അവന് മുള്ളും തലയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് ചാറ് മാത്രം ഒരു ഡബ്ബയിലാക്കി അതൊരു കുഴി ഉണ്ടാക്കി അങ്ങോട്ട് ഇറക്കി വെച്ചു. വറുത്ത മീൻ ചെറിയ പീസസ് ആക്കി ഒരു സെക്ഷനിൽ വെച്ചു. ഇപ്പോഴത്തെ ബോക്സിൽ കുറച്ച് ഇലക്കറിയും വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇത്തിരിയേ വെച്ചുള്ളൂ. അതങ്ങനെ തിരിച്ച് വരും എന്ന് എനിക്കറിയാം. ഈ മുരിങ്ങ ഇലയ്ക്ക് ഒരു ഇത്തിരി കയ്പും കൂടെ ഉണ്ടല്ലോ. കഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് നിർബന്ധിച്ച് കുറച്ചെങ്കിലും കഴിപ്പിക്കും. പിന്നെ അവനുള്ള വെള്ളവും എനിക്കുള്ള ജീരകവും ഉലുവ വെള്ളവും ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തീർന്നു. അപ്പോൾ ഇനി ഉലുവ ജീരക വെള്ളമൊക്കെ കുടിച്ചിട്ട് കൂടെ മെലിയണം.
സ്നാക്സിനായിട്ട് എപ്പോഴത്തെയും പോലെ ബിസ്ക്കറ്റ്സും വേഫേഴ്സും വെച്ചു. ഈ ഒരു കിറ്റിൻ്റെ അകത്ത് ലഞ്ച് ബോക്സ് നമ്മൾ നേരെ ഇറക്കി വെച്ചാൽ അതിങ്ങനെ ഇരിക്കും, മേലെ സ്നാക്സ് ബോക്സും വെക്കാം. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ദിവസമൊക്കെ ഈ ടൈമിലൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്നാക്സ് ബോക്സ് ഇരിക്കത്തില്ല, അത് ഇങ്ങനെ ചരിഞ്ഞേ ഇരിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും അവൻ്റെ ബാഗിൻ്റെ തന്നെ ഓരോ റാക്കിലാക്കാനായിട്ട് അങ്ങനെ കൊടുത്തു വിട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. നിലു ഇതുവരെ എണീറ്റ് വന്നിട്ടില്ല. കുക്കു സാറിന് പുട്ടും കടലക്കറിയും, എനിക്ക് ഒരു കുമ്പിള് പുട്ടും, പിന്നെ കുഴിയാള മീൻ കറി വെച്ചതും. അത്യാവശ്യം വലിയ മീനായിരുന്നു കേട്ടോ, അതാണ് പീസ് ഇങ്ങനെ ചൂരേൻ്റെ മാതിരിയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടുത്തൊരു വീക്കും കൂടെ കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ റിവിഷനാണ് സ്കൂളിൽ നടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിന്ന് അയൺ ചെയ്യാനായിട്ട് മേലിലേക്ക് വന്നത്. അമ്മേൻ്റെ കൂടെ കോഫി കുടിച്ചുകൊണ്ട് ആ ടൈമിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നെ നമുക്കിനി ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ കാണാം. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എൻ്റെ എവിക്കയും പിയാത്തയും ഒന്നും ഇതിലേ വന്നില്ല, പകരം ഒരു ലോറിയാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അയൺ ബോക്സ് അപ്പോഴേക്ക് റെഡിയായി തേക്കാനുള്ള പരുവത്തിനായി. ഞാനൊരു റെഡ് ആൻഡ് ബ്ലാക്ക് ചുരിദാറാണ്. ഇന്നിപ്പോൾ പതിവില്ലാതെ എന്താ ചുരിദാർ എന്നൊക്കെ ചോദിച്ചാൽ വൈകുന്നേരം വന്നിട്ടേ നമുക്ക് പള്ളിയിൽ പോകുന്നതിനിടയ്ക്ക് അത്രയും സമയമൊന്നും കിട്ടത്തില്ല. പിന്നെയും വന്ന് ഡ്രസ്സ് ചെയ്ത് റെഡിയായി പോകാനുള്ള ടൈമൊന്നും കാണത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു ഡയറ്റിങ്ങിൻ്റെ ഭാഗമോ അഹങ്കാരത്തിൻ്റെ ഭാഗമോ എന്നൊക്കെ പറയാം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാറില്ല. സ്കൂളിൽ നിന്ന് 3 മണിക്ക് വന്നിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. സ്കൂളിൽ നിന്ന് വന്ന് ചോറ് കഴിച്ച് ലഞ്ച് ബോക്സൊക്കെ കഴുകി പിള്ളേർക്ക് കുടിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചായയൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴേക്ക് പള്ളിയിൽ 5 മണിക്കാണ് കുർബാന. ആ ഒരു 4:30 ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് ഞാൻ ചുരിദാറൊക്കെ തന്നെ ഇട്ടങ്ങ് സ്കൂളിൽ പോയി. സ്കൂളിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഓപ്പണിൻ്റെ പോസ്റ്റ് ഇടുന്നായിരുന്നു, പ്ലസ് അഡ്വർടൈസ്മെൻറ്റും ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് സ്കൂളിൽ അങ്ങനെ ക്യാമറ വെക്കാനായിട്ടുള്ള ടൈമേ കിട്ടിയില്ല. പ്ലസ് എൻ്റെ സ്റ്റാൻഡ് ഇതുവരെ വന്നിട്ടില്ല. രാവിലെ പുട്ടിന് കൂട്ടിയ മീൻകറിയുടെ ചട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഒരു കഷ്ണം മീനും ഉണ്ടായിരുന്നു. അതിലേക്ക് ചോറും തലക്കറിയും ഇലക്കറിയും വറുത്തതും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചോറുണ്ടു. സ്റ്റാൻഡെന്ന് ഞാൻ പറഞ്ഞത് ആ ചെറിയ സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. സ്കൂളിൽ വലുത് ഞാൻ ചുമന്നുകൊണ്ട് പോകാറില്ലല്ലോ. ആ കുഞ്ഞ് സ്റ്റാൻഡിൻ്റെ കാലം അന്ന് കടപ്പുറത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരെണ്ണം ഒടിഞ്ഞു പോയി. അപ്പോൾ അത് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ സ്കൂളിലെ വീഡിയോസ് ഒന്നും എടുക്കാറുള്ളത്. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലന് രാവിലെ ഇട്ട് വെച്ച കോഫി കുടിക്കാണ്ടാണ് താന്നിയിലേക്ക് പോയത്. അതവിടെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങ് ചൂടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോൾ അമ്മ കട്ടൻ ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും ചായ വേണ്ട. പിള്ളേർക്കുള്ള അമൃതം അമ്മ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിലുവിനുള്ള അമൃതം കുപ്പിയിലും കുക്കു സാറിനുള്ളത് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. നിലു ഉറങ്ങി കിടക്കുന്നതുകൊണ്ട് എണീറ്റ് കഴിഞ്ഞാൽ രാവിലത്തെ ആശ്രമം പാളിയായിരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മേനെ കൊണ്ടുപോകാൻ അത് കുപ്പിയിൽ തന്നെ ഒഴിപ്പിച്ചിട്ടാണ് കുടിച്ചത്. ഈ കപ്പൊന്നും എടുത്തില്ല. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ അത് പാടാണ്. അപ്പോൾ ഇപ്പോഴും ഉറങ്ങിയില്ലേ, ഇപ്പോൾ കിടന്നുറങ്ങിയ എണീറ്റ് വരുമ്പോഴത്തേക്ക് എന്തായാലും ഇത് കുടിക്കത്തില്ല. അതുകൊണ്ട് അത് ഞാൻ ബോട്ടിലിൽ തന്നെ എടുത്തു. പിന്നെ ആലൻ വൈകിട്ട് സിസിജിയിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തത്തില്ലല്ലോ, ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല കഴിക്കാൻ. അതുകൊണ്ട് ആലൻ വരുമ്പോൾ കുടിക്കാനായിട്ട് ഞാൻ കുറച്ച് ഓട്സും കൂടെ കാച്ചി വെക്കുന്നുണ്ട്. ഇത്തിരി വെള്ളത്തിൽ ഓട്സും പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് പാലും കൂടെ ചേർക്കും. അങ്ങനെ ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് അധികം തിക്കാവാതെ അതിരിക്കും കേട്ടോ. പാല് ലാസ്റ്റ് ചേർത്താൽ മതി. പാലിങ്ങനെ പാസ്ചറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് വീണ്ടും തിളപ്പിക്കണമെന്നില്ലല്ലോ. പാല് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ ഞാൻ തീയങ്ങ് ഓഫ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു കുടിക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിൽ വരും. ഇങ്ങനെ കേക്ക് മാതിരി ഇരിക്കുന്നത് അപ്പനും മക്കൾക്കും ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ കുടിക്കാൻ പറ്റണം, പോറിജ് പോലെ ഇരിക്കണം. ഓട്സ് നല്ല രീതിക്ക് തിളച്ച് കുറുകി വന്നപ്പോഴേക്ക് അതിലേക്ക് ഞാൻ പാലും ചേർത്തു. എന്നിട്ട് തീയങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇത് കപ്പിലോട്ടാക്കി വെക്കണം. പള്ളിയിൽ പോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അവിടെ നിന്നിട്ട് സേറ വരണം. സേറമോൾ സ്കൂളിൽ നിന്ന് എത്തിയിട്ടില്ല, 4:10 ആവും എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ സേറേൻ്റെ കൂടെയാണ് പോകുന്നത്. അവിടെ നിന്നിട്ട് സേറ വന്നില്ല. പിന്നെ സേറേനെ വിളിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സൈക്കിളിൽ കയറി ഇരിക്കുന്നത്. സ്കൂളിൽ വിളിക്കാൻ പോകുന്നു അത്രേ. അത് കഴിഞ്ഞിട്ട് അമൃതം ഒക്കെ എടുത്തു കൊടുത്തു. ഇനി 2 പേരെ ഒന്ന് കുളിപ്പിക്കണം. നിലു ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒരുപാട് ഇങ്ങനെ നടന്നാണ് ചോറ് കഴിക്കുന്നത്. അമ്മ ചോറ് കൊടുക്കുമ്പോൾ ഈ പറമ്പും അവിടെ മൊത്തം നടക്കും. ഞാൻ ആ സൈക്കിളിലാണ് കേട്ടോ പിടിച്ചത്. താഴെ വീണില്ലാന്നേ ഉള്ളൂ. മുറിഞ്ഞ കാലല്ല, മറ്റേ കാലാണ് തട്ടിയത്. അതുകൊണ്ട് കാല് ഫുൾ അഴുക്കായിരിക്കുക നിലുവിൻ്റെ. അപ്പോൾ അവനെയും കുളിപ്പിക്കണം, കുക്കു സാറിനെയും കുളിപ്പിക്കണം. അതിങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ അഴുക്കായിട്ട് നിൽക്കുവാണല്ലോ. സ്കൂളിലാണെങ്കിൽ വൈകുന്നേരത്തെ ലാസ്റ്റ് പീരീഡ് ഡ്രിൽ പീരീഡോ മറ്റോ ആയിരുന്നു.
ആകെ മുഷിഞ്ഞ് നാശമായിരിക്കുക. അങ്ങനെ രണ്ടുപേരെയും കുളിക്കാനായിട്ട് അമ്മ അതേ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കുളിസീൻ കണ്ടിട്ട് വരാം. ഓട്സ് അലന് വേണ്ടി ഞാൻ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ആര് കുളിക്കുന്നു ഇപ്പം? കുക്കു കുളിക്കുന്ന. ബുധനാഴ്ച ആയതുകൊണ്ട് കുരിശടിയിൽ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്തോന്ന് കുക്കുവെന്ന് അമ്മ ചോദിച്ചത് അവൻ്റെ മുട്ടിലെ കൈയുടെ മുട്ടിലെ അഴുക്കിനെയാണ്. അമ്മാതിരിയാണ് കളിച്ച് കഴിഞ്ഞാൽ വരുന്നത്. കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ അഴുക്കുണ്ടാവും. ചേറമോൾ റെഡിയാവാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ലില്ലിയമ്മച്ചിയും അമ്മ നടക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നടക്കുന്നത് കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ അത്യാവശ്യം നിവർന്നു. ഇപ്പം നല്ലപോലെ നിവർന്നു. ആ വെനസ്ഡേ ഞാൻ നല്ലപോലെ നിവർന്നു. ഞാൻ പള്ളിയിൽ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അത്ര ഞൊണ്ടൊന്നുമില്ല. എന്നെ കളിയാക്കുന്നതാണത്. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതായിരുന്നു അവസ്ഥ. പിന്നെ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ അവസാനം ഒന്നടങ്ങാനായിട്ട് പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കണ്ടോളൂ. വാട്ടർ ബോട്ടിൽ എടുത്ത് കയ്യിൽ കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം അതും വെച്ച് ഇങ്ങനെ ഷോവും കാണിച്ച് കുറച്ച് കുടിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ അതെടുത്ത് കയ്യിൽ കൊടുത്തു. ഇനി നമുക്ക് കുറിയിടാനായിട്ട് വരി നിൽക്കാം. നെറ്റിയിൽ വിശാലമായിട്ടുള്ള ക്യാൻവാസ് ഉള്ളത് കൊണ്ട് അച്ഛന് നന്നായിട്ട് വരയ്ക്കാൻ പറ്റി. പിന്നെ ഇവിടെ മുടിയൊക്കെ ഒതുക്കിയിട്ട് വരയ്ക്കണമല്ലോ, അതുകൊണ്ട് പകുതി മുക്കാലും ഒക്കെയാണ്. എൻ്റെ കുരിശ് ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോയി കേട്ടോ. അമ്മേൻ്റെ ഇത് ഇങ്ങനെയാണ്. അച്ഛനും കൈ കഴിക്കുന്നുണ്ടാവും. എത്ര പേർക്ക് ഇങ്ങനെ കുരിശിട്ട് കൊടുത്തോണ്ടിരിക്കേണ്ടത്. പിന്നെ കുക്കു കൂട്ടുകാരനെ കണ്ടിട്ട് ആൽഫ്രഡിനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. അമ്മ ഞങ്ങളുടെ പഴയ നെയ്ബർ ഷേർലി ആൻറ്റിയുടെ മോള് ഷൈജയെ കണ്ടു. അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഗ്രോട്ടോയിലൊക്കെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. തിരിച്ചും നടന്നു തന്നെയാണ് കേട്ടോ പോകുന്നത്. ആ കാണുന്ന ബിഷപ്പ് ജെറോം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ചത്. ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാൽ കായൽവാരത്തെത്തും. നമ്മുടെ വീടൊക്കെ വരുന്നത് നേരെ അപ്പുറത്ത്. ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ടൊരു മോഹം തോന്നിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നു. നിലുവിനൊരു പാക്കറ്റ് ലേസും വാങ്ങിച്ചു കൊടുത്തു. കുക്കുവിനൊരു സർബത്തും മേടിച്ചു. ഞങ്ങൾ 3 ലൈമും കുടിച്ചു. അപ്പോഴേക്ക് അപ്പൻ്റെ ഓട്ടോ അതിലെ പാസ് ചെയ്തു. നിലു അത് കാണുകയും ചെയ്തു. പപ്പ പിന്നെ അവരെയൊക്കെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഓട്ടോയിൽ എന്തായാലും അമ്മ കയറത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അമ്മേൻ്റെ കൂടെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ എല്ലാം ഓട്ടോയിൽ കയറ്റി അവരങ്ങനെ പോയി. പപ്പ ഇനി കൊണ്ട് നിലുവിനെ ലില്ലിയംച്ചി എടുത്തും സേറേനെ വീട്ടിലും ആക്കിക്കോളൂ. ഞങ്ങളുടെ ഇരവിപുരം ജംഗ്ഷനിലുള്ള ചെട്ടിനട ക്ഷേത്രത്തിലും എന്തോ വിശേഷമൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിനെ പാട്ടെന്ന് തന്നെയാണോ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പൊങ്കാലയിട്ട് കളയരുത്. തിരിച്ച് വന്നിട്ട് ഞാൻ ആ വണ്ടി എടുത്ത് പോയത് എൻ്റെ കാലം ഒന്ന് ഡ്രസ്സ് ചെയ്യാനാണ് കേട്ടോ. ഇത്തവണ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി ഒരു 3rd ഡേ, ഇത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം അത് തന്നെ അഴിച്ച് കളഞ്ഞിട്ട് നല്ലപോലെ നനച്ച് കഴുകി വൃത്തിയൊക്കെ ആക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ച് വാ, അതങ്ങ് ഒന്നുകൂടെ ഒന്ന് ഡ്രസ്സ് ചെയ്യാമെന്ന്. പള്ളിയിൽ നിന്ന് വന്നതേ തലവേദനയായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പോയിട്ട് വന്നിട്ട് ഞാൻ തലവേദനയുടെ ഒരു ടാബ്ലറ്റും എടുത്തിട്ട് കുറച്ച് നേരം കിടന്നു. അപ്പോഴത്തേക്ക് അലൻ പിള്ളേരെയൊക്കെ നോക്കി. അമ്മ ഡിന്നറിന് അലനുള്ള ചപ്പാത്തിയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ചോറ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് ഇരിപ്പുണ്ട്. കടലക്കറിയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ ഞാൻ ബാക്കിയിരുന്ന ചോറും ഇലക്കറിയും തലക്കറിയും ഒക്കെ എടുത്ത് കുക്കുവിനും നിലുവിനും കൂടെ ചോറ് വാരി കൊടുക്കുകയാണ്. നിലുവിന് അമ്മ ലില്ലിയംസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വാരി കൊടുത്തിരുന്നു. പക്ഷെ എന്നാലും അതൊരു 7:30 മണിക്കൊക്കെയാണ് അവന് കൊടുക്കുന്നത്. ഇതിപ്പോൾ ലേറ്റായി. ഞാനൊന്ന് കിടന്നിട്ടൊക്കെ എണീറ്റപ്പോഴത്തേക്ക് ഏകദേശം 9:30-10 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഇനി ഒരു 3-4 പിടിയും കൂടെ തിന്നുന്നെങ്കിൽ അങ്ങനെ അങ്ങ് തിന്നട്ടെ എന്ന് വിചാരിച്ചു. അമ്മയും ചോറ് കഴിച്ചു. അമ്മ ചോറ് കഴിച്ചിട്ടാണ് അലനുള്ള കടലക്കറിയൊക്കെ എടുത്ത് ചൂടാക്കിയത്. ആദ്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് പിള്ളേർക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങ് കിടക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കഴിക്കാൻ പറഞ്ഞു. തലവേദന പോയെങ്കിലും എനിക്ക് തലയ്ക്കൊരു മന്ദതയുണ്ട്. പള്ളിക്കകത്തൊക്കെ നല്ല ചൂട്, ഇവിടെയൊക്കെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ തുടങ്ങി കാണും. ഇനി അങ്ങോട്ട് നമ്മൾ ഉരുകാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുറിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.